കർത്താവ് ഒരുപാട് സ്നേഹിച്ച ശിഷ്യനാണല്ലോ പത്രോസ്. യേശു കർത്താവിനെ പടയാളികൾ വന്ന് പിടിച്ച സമയത്ത് തൻ്റെ കയ്യിൽ നിന്നും ഒരു കത്തിയെടുത്ത് പടയാളിയെ വെട്ടിയവനാണ് പത്രോസ്. പിന്നീട് അങ്ങോട്ട് 3 തവണ യേശുവിനെ തള്ളിപ്പറയേണ്ടി വന്നു. കോഴി കൂകും മുമ്പേ നീ എന്നെ 3 വട്ടം തള്ളിപ്പറയുമെന്ന് കർത്താവ് പറഞ്ഞു. യേശുവിനെ 3-ാം പ്രാവശ്യവും തള്ളിപ്പറഞ്ഞ് കോഴി കൂകിയപ്പോൾ പത്രോസിനത് ഓർമ്മ വന്നു. അവൻ അതിദുഃഖത്തോടെ കരയാനിടയായി. ഒരിക്കലും കർത്താവിനെ വിട്ടു പോകണമെന്നോ കർത്താവിനെ തള്ളിപ്പറയണമെന്നോ ആഗ്രഹിച്ച മനുഷ്യനല്ല പത്രോസ്. ചില സാഹചര്യങ്ങൾ അവനെ അതിന് നിർബന്ധിക്കാനിടയായി. പിൽക്കാലത്ത് പത്രോസിൻ്റെ ദൈവസ്നേഹം ഒരു മനുഷ്യനും അവനെ ക്രിസ്തുവിൽ നിന്നും അടർത്തി മാറ്റുവാൻ കഴിയാത്തവണ്ണമായിരുന്നു. പിന്നീട് കർത്താവിനെ സ്നേഹിച്ച് അന്ത്യം വരെയും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ അകലം വിട്ട് അനുഗമിക്കുവാനല്ല, കർത്താവിനോട് ഒരു പടി കൂടി അടുത്തു വന്ന് ചേർന്ന് നടക്കുവാൻ കർത്താവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ അതിനായി ഏൽപ്പിച്ചു കൊടുക്കുക.